അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചത് ആരാണ് ഹാക്കേഴ്സ്, എന്താണ് ഹാക്കേഴ്സ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. എത്ര തരം ഹാക്കേഴ്സ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിച്ചു. സോ ഇനി പറയാൻ പോകുന്നത് ഒരു എത്തിക്കൽ ഹാക്കിങ്ങിനായിട്ട് 5 ഫേസസ് ഉണ്ട്, അല്ലെങ്കിൽ ചില കേസിൽ 7 ഫേസസ് ഉണ്ടാകും. സോ ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതിൽ 5 ഫേസസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഞാനിതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. പിന്നെ ലാസ്റ്റ് സെക്ഷനിൽ എങ്ങനെയാണ് ഫിഷിംഗ് ഹാക്കിംഗ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ വൈഫൈ ഹാക്കിംഗ് ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 5 ഫേസ് ഓഫ് ഹാക്കിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇൻഫർമേഷൻ ഗാദറിംഗ് ആണ്. അതായത് നമ്മുടെ എവിടെ ഏതാണോ എന്ത് സെക്യൂരിറ്റി വാൾനറബിലിറ്റി ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക്. അപ്പോൾ ആ നെറ്റ്വർക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇൻഫർമേഷൻ ഗാദറിങ് നടത്തുക. അതായത് കംപ്ലീറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ശേഖരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. പിന്നെ നമ്മൾ സ്കാനിങ് ആണ്. സ്കാനിങ് വരുന്നത് ഇപ്പോൾ ഒരു നെറ്റ്വർക്കാണ് നമ്മൾ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നെറ്റ്വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്കാൻ ചെയ്ത് ഓപ്പൺ ആയിട്ടുള്ള പോർട്ടുകൾ അവൈലബിൾ ആണോ, അതല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റിൽ എന്തൊക്കെ വാൾനറബിലിറ്റീസ് ഉണ്ട്, അത് എന്തൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ സ്കാനിങ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഫേസസ് ആണ് ഗെയിൻ ആക്സസ്. ഇപ്പോൾ നമ്മൾ സ്കാനിങ്ങിലൂടെ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകും. സോ ആ കാര്യങ്ങൾ നമുക്ക് ആക്സസ് ലഭിക്കുന്നുണ്ടോ, ആ സിസ്റ്റത്തിലോട്ട് നമ്മളുടെ ഈ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് ആക്സസ് ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഗെയിൻ ആക്സസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ആ കിട്ടിയ ആക്സസ്, നമ്മൾ നിലവിലുള്ള ആക്സസിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിട്ട് നമ്മുടെ എന്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ വരുന്നത് കവർ ട്രാക്സ്. അതായത് നമ്മൾ ഇതുവരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ 5 സ്റ്റെപ്സ് വരുന്നത്. ചില കേസിൽ 7 സ്റ്റെപ്സുകൾ ഉണ്ടാകാം. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ 5 സ്റ്റെപ്സിനെ കുറിച്ചായിരിക്കും. ഓക്കെ, എന്താണ് ഇൻഫർമേഷൻ ഗാദറിങ്? സോ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെയോ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ സിസ്റ്റത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. സോ അതിനായിട്ട് നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും കളക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളൊരു വിൻഡോസ് സിസ്റ്റമാണ് നമ്മൾ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സിസ്റ്റത്തിലോട്ട് പോകുന്ന കണക്ഷൻ, ആ സിസ്റ്റത്തിൽ നിന്നും ഏതൊക്കെ പോർട്ട് ഓപ്പൺ ആണ്, ആ സിസ്റ്റത്തിൽ എന്തൊക്കെ സെക്യൂരിറ്റികൾ അവൈലബിൾ ആണ് എന്നുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റാണ് ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ്, DNS, അതായത് ഡൊമൈൻ നെയിം സിസ്റ്റം, അതുപോലെ തന്നെ ഇമെയിൽ സെർവർ, അതുപോലെ തന്നെ ഫയർവാൾ അറ്റാച്ച്ഡ് ആണോ, അതുപോലെ തന്നെ ലോഡ് ബാലൻസർ അറ്റാച്ച്ഡ് ആണോ, അല്ലെങ്കിൽ അത് ഏത് തരം OSലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് തരം വെബ് സെർവറിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, ഡാറ്റാബേസ് കണക്ഷൻ ഏതാണ്, ആ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജികൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ഇൻഫർമേഷനായിട്ട് കളക്ട് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ ഗാദറിങ് എന്ന് പറയുന്നത്. സോ ഇതിന് മുന്നോടിയായി നമ്മളിവിടെ ഈ ലാബ് ടെസ്റ്റിങ്ങിനായിട്ട് ഇപ്പോൾ നമ്മൾ ഹാക്കിങ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. സോ ആ സിസ്റ്റം, എൻ്റെ സിസ്റ്റത്തിൽ തന്നെ ഞാൻ ഒരു വെർച്വൽ മെഷീനായിട്ടാണ് 2 സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഒന്ന് വരുന്നത് മെറ്റാ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന, അതായത് CEH സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കിംഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന, CEH കൗൺസിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റാ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്ന ഒരു OS, അത് നമ്മൾ സ്റ്റഡി പർപ്പസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ സ്റ്റഡി പർപ്പസ് അവർ തരുന്ന ജസ്റ്റ് നമ്മളെ സിസ്റ്റത്തിലുള്ള ലോക്കൽ, അല്ലെങ്കിൽ ആ ഒരു മെറ്റാസ്പ്ലോയിറ്റ് എന്ന് പറയുന്ന OSൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വെബ് സെർവറുകളൊക്കെ ആയിരിക്കും നമ്മൾ ഹാക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നത്. മറ്റുള്ള വെബ്സൈറ്റുകളൊന്നും നമുക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതായിരിക്കും ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മൾ കാലി ലിനക്സ് ആണ്. അതായത് ഇന്ന് വേൾഡിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഹാക്കിംഗ് ബേസ്ഡ് OS ആണ് കാലി ലിനക്സ്. ആ കാലി ലിനക്സ് എങ്ങനെയാണ് നമുക്കൊരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതിലുള്ള ടൂൾസുകൾ എന്തൊക്കെയാണ്, അതായത് നമുക്ക് ഇൻഫർമേഷൻ ഗാദറിങ്ങിന് അതുപോലെ പലതരം ടൂൾസുകളും അവൈലബിൾ ആണ് അതിനകത്ത്. അപ്പോൾ കാലി ലിനക്സ് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ വരുന്നത് നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ നമ്മൾ വിൻഡോസ് 10 ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു വെർച്വൽ മെഷീനിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിനകത്ത്, അതായത് നെക്സ്റ്റ് വീഡിയോ സെക്ഷനകത്ത് എങ്ങനെയാണ് നമുക്കൊരു വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ ആ വെർച്വൽ മെഷീനകത്ത് എങ്ങനെയാണ് കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു മെറ്റാ എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് മെറ്റാ എക്സ്പ്ലോയിറ്റേഷൻ OS നമുക്ക് എങ്ങനെയാണ് അതിൽ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ അതിലെങ്ങനെയാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ആഡ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.